നമസ്കാരം പ്രിയമുള്ളവരെ, വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മാതൃകാ പദ്ധതിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും 473-ലധികം രോഗികളാണ് ഇവിടെ സഹായത്തിനായി എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ പദ്ധതി കാണുമ്പോൾ നിങ്ങൾ കരുതും ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണെന്ന്. എന്നാൽ അതല്ല. ഇത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൃത്യമായി സുമനസ്സുകളെ കണ്ടെത്തി CSR ഫണ്ടടക്കം ഉൾപ്പെടുത്തി ഈ നാടിന്റെ കണ്ണീരൊപ്പുന്നൊരു വലിയ പ്രവർത്തനമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിലേറ്റ ശേഷം 3ഓളം ജനസഭകൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഭരണസമിതിക്ക് മുമ്പെയുള്ള ഭരണസമിതി 7ഓളം ജനസഭകൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിലെ നിരവധി ആളുകൾക്കാണ് ഈ വലിയ സേവനം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനസഭയും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയെയും കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് രോഗികൾക്കും മറ്റ് നിർധനർക്കുമാണ് ജനസഭയിലൂടെ മരുന്നും ഭക്ഷണ കിറ്റുകളും മറ്റ് നിരവധി സഹായങ്ങളും ലഭ്യമാക്കുന്നത്. CSR ഫണ്ടും സുമനസ്സുകളുടെ സഹായത്തിൽ നിന്നും കണ്ടെത്തുന്ന മറ്റു ഫണ്ടുകളും ഉപയോഗപ്പെടുത്തി ആളുകളുടെ പ്രയാസം അകറ്റുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. നിങ്ങൾക്കിത് ഗുണകരമാണോ ഈ ഒരു മരുന്നിനൊക്കെയുള്ള സഹായം കിട്ടുന്നത്? ഏറ്റവും വലിയ ഗുണമാണ്. നല്ലൊരു കാര്യമാണിത്. എനിക്ക് മാസത്തിൽ 2500 രൂപ മാസത്തിൽ ഗുളികയ്ക്ക് വേണം. അതിന് പിന്നെ ഈ ഒരു മാർഗമല്ല, എനിക്ക് ജോലിക്ക് പോകാനൊന്നും കഴിച്ചില്ല. എനിക്ക് ആൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയുള്ളൂ. പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കിട്ടുന്നത്. അത് എനിക്കെന്നല്ല, ഇവിടെ എല്ലാവർക്കും ആൾക്കാർക്കൊക്കെ നല്ലൊരു നേട്ടമാണ്, നല്ലൊരു ഗുണമാണ് കിട്ടുന്നത്. അത് വലിയൊരു ഭാഗ്യം തന്നെ. അദ്ദേഹം പറയുമ്പോഴും മനസ്സിടറിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രയാസം, അതോടൊപ്പം ഇത്തരം ഒരുപാട് പ്രയാസമുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതി ഗുണകരമാകുന്നത് എന്നാണ് നീലാണ്ടൻ പറയുന്നത്. ഇതൊക്കെ എത്രമാത്രം ഗുണകരമാണ്? ഒരു മാസത്തെ 1000 രൂപ എന്ന് പറഞ്ഞത് നമുക്ക് എന്താ പറയാ, 1000 രൂപ ഒക്കെ ഇപ്പം ചില ആൾക്കാർക്ക് ചെറിയ പൈസ ആയിരിക്കും. പക്ഷെ നമുക്ക് ഗുളിക ഉള്ള സംബന്ധിച്ച ആൾക്കാർക്ക് വലിയ തുകൻ്റെ ഒരു സഹായമാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നല്ല ആൾക്കാരെ സഹായത്തോടാണല്ലോ നമുക്ക് ഈ പൈസ തരുന്നത്. അത് ഞങ്ങളെപ്പോലെ രോഗികൾക്ക് നല്ലൊരു ആശ്വാസമാണ്. ഞാൻ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വാങ്ങണത്. ഞങ്ങൾ മെമ്പർ വന്ന് മേടിച്ചോളാൻ പറഞ്ഞാണ്. ഇത്രയും ജനത്തിന് കൊടുക്കുമ്പോൾ എത്ര ആളെ സഹായം സഹകരണം കൊണ്ടും ഇങ്ങനെ കിട്ടുന്നത്. പഞ്ചായത്ത് ഫണ്ടൊന്നല്ല, ആളുകൾ പഞ്ചായത്തിന്റെ ഫണ്ടൊന്നല്ല, ഇങ്ങനെ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ്. പിന്നെ നല്ലൊരു ആളെ പേര് പറഞ്ഞു, എനിക്ക് അറിയൂല അയാളെ പേരെന്താണ്. അയാളതാണ് കൂടുതലും നമുക്ക് സഹായമായിട്ട് കിട്ടുന്നത്. ഇതുപോലെ നല്ല ആൾക്കാരുടെ സഹായം ഇനിയും ഉണ്ടാകട്ടെ. അതേപോലെ നമുക്ക് പിന്നെ മേടിക്കാൻ കഴിയാതെ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഗുളിക മേടിക്കാനും സഹായമാവും. നല്ലൊരു ആൾക്കാർക്കൊക്കെ വലിയൊരു ഉപകാരമാണ്. ഏതായാലും നമ്മുടെ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത് നടക്കുന്നത്. എന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ എന്നെ പോലെയുള്ളവരെ കുറേ നമ്മൾക്ക് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ദിവസം നമുക്ക് അരി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസനക്കാരാണ്. ഒരു ഗുളിക ഇല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഗുളിക ഒരു നേരം കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടിയൊക്കെ അപസ്മാരത്ത് വരിക ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രയാസത്തിൽ ഒരാളെ താങ്ങ നമുക്ക് കിട്ടുമ്പോൾ അത് വലിയൊരു നേട്ടമാണ് നമുക്ക്. അതാണ്. എത്ര രൂപയുടെ ഒരു ഇതാണ് അത്? ഒരു ഗുളികക്ക് 50 രൂപ, വേറൊരു ഗുളികക്ക് 25 രൂപ, പിന്നെ അത് കൂടാതെ ഗുളികൾ വേറെ. ആ 3 മാസം കഴിക്കണം, സ്ഥിരം കഴിക്കുന്ന. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു മരുന്നിന്റെ ഒരു സഹായം കിട്ടുന്നത് എന്താണ് ഈ പഞ്ചായത്തിനോട് പറയാനുള്ളത്? നല്ലതാണ്. ചെറുവട്ടൂരിലെ ഒരു പൊതുപ്രവർത്തകനൊക്കെ ആയിരുന്ന ഉമ്മറാജിയാണ്. നമ്മൾ ഇങ്ങനെ ഈ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സഹായത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? വാഴക്കാട് പഞ്ചായത്ത് ഈ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഏറ്റവും നല്ല പാവപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. മരുന്നിന് ബുദ്ധിമുട്ടാകുന്ന അനവധി ആൾക്കാരുണ്ട്. അതിലേക്ക് 1000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ താങ്ങായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും നല്ല ഉപകാരങ്ങൾ ചെയ്യാൻ അവർക്ക് വീണ്ടും സാധിക്കുമാറാകട്ടെ. ജനസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് MK നൌഷാദ് നമ്മോട് പ്രതികരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ നമ്മൾ ആളുകളോട് സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് അവർക്ക് ഒരു വലിയ തുണയായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇന്ന് ഈ ഭരണസമിതിക്ക് ശേഷം 3ാമത്തെ ജനസഭ കഴിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിൽ 7ാമത്തെ ജനസഭ കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത്? മറ്റ് പഞ്ചായത്തുകൾ പോലും ഇത്തരം പരിപാടികളൊന്നും കാണപ്പെടുന്നില്ല. കേരളത്തിൽ മറ്റൊരു തദ്ദേശ സ്ഥാപനവും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടില്ലാത്ത ഒരു പ്രവർത്തനമാണ് ജനസഭ എന്ന
പേരിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു ജനസമ്പർക്ക പരിപാടി എന്ന വണ്ണമാണ് നമ്മൾ ജനസഭ എന്ന പേരിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ട് അതുവഴി നമ്മൾ സാധ്യമാക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വഴിത്തർക്കങ്ങളുണ്ട്, അതുപോലെ തന്നെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്, അയൽപ്പക്ക ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അനുബന്ധമായി കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ചികിത്സക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ ഒരു നാട്ടുപുറത്തെ ആളുകളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലൊരു പരിപാടിയിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിലും ഇങ്ങനെ ഒരു പരിപാടി ഇല്ല, അത് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് കൂടി മാതൃകയാക്കാൻ പറ്റാവുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്. ഇതിന് നമ്മൾ പ്രധാനമായും പണം കണ്ടെത്തുന്നത് ഇപ്പോൾ മരുന്ന്, ഇന്നത്തെ ജനസഭയിൽ നമ്മൾ ഏകദേശം 500ഓളം ആളുകൾക്ക് ഒരു മാസത്തെ മരുന്ന് വാങ്ങാനുള്ള ടോക്കൺ നൽകുകയുണ്ടായി. വാഴക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള നീതി മെഡിക്കൽസുമായി സഹകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ മരുന്ന് വിതരണം ചെയ്യുന്നത്. ഈ മരുന്ന് വിതരണം ചെയ്യുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത, ഏകദേശം 5 ലക്ഷം രൂപയോളം ഇന്നത്തെ ജനസഭ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഫണ്ട് കണ്ടെത്തുക. ഒരാൾക്ക് 1000 രൂപയുടെ മരുന്നാണ് നൽകുന്നത്. ഏറ്റവും മാക്സിമം 1000 രൂപയുടെ, അതിൽ കുറഞ്ഞ ഒരു മാക്സിമം ലിമിറ്റ് എന്നുള്ള നിലക്കാണ് 1000 രൂപയുടെ മരുന്ന് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ നിരന്തരം മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അവർ ഈ മരുന്നിന് വേണ്ടി തുക ചെലവഴിച്ച് നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഇവിടെ ആളുകൾ വരുമ്പോഴാണ് നമുക്ക് ബോധ്യം. വിങ്ങിപ്പൊട്ടിയാണ് ഓരോരുത്തരും നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇത് പറയുന്ന സമയത്ത് കണ്ണ് നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മരുന്നിൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ആരും പാലക്കാട് പഞ്ചായത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ ഞങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അടുത്ത ഒരു ജനസഭ ഏകദേശം ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ട്. സെപ്റ്റംബർ 18 നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ കുന്നമംഗലം MLA അന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നുള്ള നിലയിൽ തീയതി തന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 18 നടത്താമെന്നാണ് ഞങ്ങളിപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പല സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന നല്ലവരായ മനുഷ്യസ്നേഹികളായ ഒരുപാട് പേരുടെ സഹായം ഈ പരിപാടിക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടപ്പിലാക്കുന്നത്.